നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യവട്ടത്തിലെ കേമനായ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, തൊണ്ടൻമുളക്, കറിവേപ്പില, തേങ്ങാപ്പാൽ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കാദ്യം ഉരുളക്കിഴങ്ങും സവാളയും കട്ട് ചെയ്ത് മാറ്റാം. ഒരു മീഡിയം സൈസ് 4 സവാള എടുത്തിട്ടുണ്ട്. കൂട്ടുകറിക്ക് ഇതേപോലെ വലിയ പീസുകളായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു 3 പച്ചമുളക് ചരിച്ച് നൈസായിട്ട് കട്ട് ചെയ്തു. ഇനി ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഇത്രയും സൈസിന് തന്നെ വലിയ സൈസായിട്ടാണ് നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടത്. ഇതുപോലെ ഇത്രയും വലിയ സൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം സോട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇത് അതിലോട്ടിട്ട് തേങ്ങാപ്പാലൊഴിച്ച് വേവിച്ചെടുക്കണം. നമുക്ക് ആദ്യം സവാള സോട്ട് ചെയ്യാം. ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് കുറച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് റെഡിയായിട്ടുണ്ട്. അതിൽ 2 പച്ചമുളക്, തൊണ്ടൻമുളക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിനുള്ളത്, ഒരല്പം ഗരം മസാല. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല വൃത്തി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറുമ്പോഴേക്കും നമുക്കിതൊന്ന് കോരി മാറ്റി ഈ ഉരുളിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. നമുക്കിനി ഇതിനെ ഒരു ബൗളിലോട്ട് കോരി മാറ്റാം. ഇതിൽ ഇനി കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. 2ാം പാലിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമുക്കിനി സോട്ട് ചെയ്ത് വച്ചേക്കുന്ന സവാള ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വച്ചേക്കുന്ന 1ാം പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി
റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടുകറിയുടെ സദ്യ കൂട്ടുകറിയുടെ മെയിൻ ഐറ്റമായ ഉഴുന്നുവട നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടു താളിച്ച് ഒരു സർവിങ് ബൗളിലോട്ട് ഈ കൂട്ടുകറി മാറ്റാം. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി ഇനി വറമുളക് ഒരു 4 വറമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. നമുക്കിത് കൂട്ടുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കൂട്ടുകറി നിങ്ങളും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഒരു നല്ല വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.